തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഉലുവയും ചേർക്കാം. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ല പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞ് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. ഇനി ചെറുതായി അരിഞ്ഞിട്ടുള്ള വഴുതനങ്ങ കഷ്ണങ്ങളും ചേർക്കാം. മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി പാകമാക്കി എടുക്കുക. കുറച്ചൊന്ന് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വേവിക്കുക. 4-5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്ക വഴുതനങ്ങ സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും. സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.